ഹായ് ഫിഷ് ഡോക്ടർ. അങ്ങനെ നമ്മൾ എക്സാം ഹാളിലേക്ക് പോകാൻ പോവാണ്. നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ, വാട്ട് ടു ഡു 1 day ബിഫോർ ദി എക്സാം പറയണതിന് മിസ് വന്നിരിക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഈ സമയത്ത്. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും ഐ ട്രൂലി ഫീൽ യുവർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അപ്പോൾ എന്തൊക്കെ നമ്മൾ ഇനി ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ അത് ചെയ്യ് ഇത് നോക്ക്, ആ ടോപ്പിക്ക് നോക്ക്, ഈ ചാപ്റ്റർ വായിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ടെൻഷൻ ആവുകയുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മക്കളെ, റിലാക്സ്. ലാസ്റ്റ് മിനിറ്റിൽ, ഈ ലാസ്റ്റ് ഡേയിൽ, ഈ രാത്രി നിങ്ങൾ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. ബിക്കോസ് നാളെ നമുക്ക് എക്സാം എഴുതാൻ പോകാനുള്ളതാണ്. സമയത്തിന് എണീക്കണം. നമ്മുടെ എക്സാം ഹാളിലേക്ക്, പലരുടെയും എക്സാം ഹാളുകൾ നിങ്ങളുടെ വീടുകളിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെയാണെന്നൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പം ഒരുപാട് ഡിസ്റ്റൻസിലുള്ളത്, ഒരുപാട് ദൂരത്തുള്ള എക്സാം സെൻറ്ററുകൾ ഉള്ളവരുണ്ടെങ്കിൽ സമയത്തിന് പോകാനുള്ള കാര്യങ്ങൾ നോക്കണം. നമ്മളുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ചുറ്റും നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെ നടന്നാലും നമ്മളുടെ മനസ്സിൽ എന്താണോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ വർഷം മുഴുവൻ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ് ഓരോ സമയത്തും വന്നിട്ട് നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം, ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ റിവൈസ് ചെയ്യണം, എത്ര സിലബസ് കവർ ചെയ്യണം, ഏത് ചാപ്റ്റർ പഠിക്കണം, അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക്, മോട്ടിവേഷൻ, സ്ട്രാറ്റജീസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ത്രൂ ഔട്ട് ദ ഇയർ I've been with you. So this last minute, what I want to tell you is that I believe in you. എനിക്ക് നിങ്ങളെ നല്ല വിശ്വാസമുണ്ട്. എനിക്ക് നിങ്ങൾ പഠിക്കും, നിങ്ങൾ നീറ്റ് എക്സാം ക്ലിയർ ചെയ്യും എന്ന് നല്ല പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് ഇത്രയും കാലം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തത്. ഇനി അങ്ങോട്ടേക്കും ആ സപ്പോർട്ട് ഉണ്ടാകും. So I can touch my heart and say each and every one of you are going to reach where you have to reach. നിങ്ങളുടെ ഗോളിൽ, നിങ്ങളുടെ ഡ്രീമിൽ നിങ്ങൾ എത്തിച്ചേരും. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ നിങ്ങളുടെ ആൻസൈറ്റി കൊണ്ട്, നിങ്ങളുടെ പ്രഷർ കൊണ്ട് നിങ്ങളെ തന്നെ എന്താ പറയുക, ഡിമോട്ടിവേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസം തോന്നുന്നുണ്ടാവില്ല. പക്ഷേ പ്ലീസ് നോ ദാറ്റ് ഐ ബിലീവ് ഇൻ യു. ആൻഡ് ഓൾവേസ് റിമെമ്പർ, ഇൻ സം പാർട്ട് ഓഫ് ദ വേൾഡ് there's somebody who's always looking for you. like നിങ്ങളെപ്പോലെ ഒരാളെ കണ്ടുമുട്ടാനായിട്ട് ഈ ലോകത്തിന്റെ ഏതോ കോർണറിൽ ആരൊക്കെയോ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ലാന്നോ, നിങ്ങൾക്ക് വാല്യൂ ഇല്ലാന്നോ, നിങ്ങളുടെ എഫേർട്സിനൊന്നും വിലയില്ലാന്നോ വിചാരിക്കരുത്. Okay, there's somebody who's watching to see you win, who wants to see you win, and you can trust me. I want to see you win. I truly want to see you win. നിങ്ങൾ ജയിച്ച് നീറ്റ് എക്സാം ഒക്കെ ക്ലിയർ ചെയ്യുന്ന ആ ഒരു ദിവസം, അതാണ് ഞാനും പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ മക്കള് എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ ഡിമോട്ടിവേറ്റഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ആലോചിക്കുക. ഓക്കെ, നിങ്ങൾ ഇതുവരെ നല്ലപോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യുവർ സ്റ്റോറീസ് ഡിഫറെൻറ്റ്. നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ കഥയായിരിക്കും പറയാനുണ്ടാകുന്നത്. പക്ഷേ ഇമാജിൻ, മിസ് മുമ്പും പറഞ്ഞിട്ടുള്ളത്, അതായത് ടിൽ ദ ഡേ വി വിൻ, ടിൽ ദ ഡേ വി മേക്ക് എ ഡിഫറൻസ്, നമ്മുടെ സ്റ്റോറിക്കൊന്നും ഒരു വാല്യൂ ഉണ്ടാവില്ല. നമ്മുടെ കഷ്ടപ്പാടുകളൊന്നും ആരും നോട്ടീസ് ചെയ്യാനും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഈ സ്ട്രഗിൾസിനൊക്കെ ഒരു വാല്യൂ ഉണ്ടാവും, അതിനൊക്കെ ഒരു വെർത്ത് ഉണ്ടാവുക. നമ്മൾ നല്ല കറേജിയസ് ആയിട്ട്, നല്ല ബോൾഡായിട്ട് പോയിട്ട് ഈ എക്സാമിനെ ഫേസ് ചെയ്യുമ്പോഴാണ്. പിന്നെ എക്സാമിലെ വിജയം, എക്സാമിലെ തോൽവി, എക്സാമിലെ മാർക്സ്, അതൊക്കെ പിന്നെ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമ്മളിപ്പോൾ ആകെ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരേ ഒരു കാര്യം ഈസ് ദോസ് 3 hours. ആ 3 മണിക്കൂർ ഇറ്റ്സ് ഗോയിങ് ടു ബി അവർ ബാറ്റിൽ. വി ആർ ഗോയിങ് ടു ഗിവ് അവർ ബെസ്റ്റ്. വി ആർ ഗോയിങ് ടു ഗിവ് അവർ 200% ഇൻ ദി എക്സാം ഹാൾ. അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് പോവുക. എല്ലാ രീതിയിലും സപ്പോർട്ടിനായിട്ട് മിസ് കൂടെ ഉണ്ട്. പിന്നെ ഭയങ്കര വിഷമം വരുമ്പോൾ, എക്സാം ഹാളിൽ കയറി കഴിഞ്ഞ് ഭയങ്കര സ്ട്രെസ് വരികയാണെങ്കിൽ നല്ല ഡീപ്പ് ബ്രീത്ത്സ് എടുക്കുക, കുറച്ച് നേരമൊക്കെ കണ്ണടച്ചിരിക്കുക. ഓക്കെ, എല്ലാം ഓക്കെ ആവും. പിന്നെ ഭയങ്കരമായിട്ട് വിഷമം വരുമ്പോൾ കണ്ണടച്ചിട്ട് നിങ്ങൾ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം മക്കളൊന്ന് ഇമാജിൻ ചെയ്തേ. ഇപ്പം തന്നെ മിസ്സിൻ്റെ കൂടെ ഒന്ന് ചെയ്തേ. നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു, നമ്മൾ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുന്നു, നമ്മുടെ രജിസ്റ്റർ നമ്പർ ആൻഡ് ആ റാങ്ക് ആൻഡ് അവർ പൊസിഷൻ കാണുന്നു, നിങ്ങളുടെ ഫേവറേറ്റ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നു. അപ്പോൾ ഇപ്പം തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതുക, ഓക്കെ, ഐ എം ഡോക്ടർ ദിസ് തിങ്, ഐ വിൽ കം ബാക്ക് ഹിയർ ആഫ്റ്റർ നീറ്റ് 2025 റിസൾട്ട്സ്. ഓക്കെ, എന്നിട്ട് നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യണം ദാറ്റ് ഐ ഹാവ് ക്ലിയർഡ് നീറ്റ് ആൻഡ് ഐ എം ഗോയിങ് ടു ദിസ് കോളേജ് എന്ന്. ഓക്കെ, എല്ലാവരും ഒന്ന് എഴുതിക്കേ. അത് മാനിഫെസ്റ്റിംഗ്, പവർ ഓഫ് മാനിഫെസ്റ്റിംഗ് ഇസ് റിയലി റിയലി സംതിങ് ചിൽഡ്രൻ. അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കും, നിങ്ങളുടെ ഡ്രീം ഫുൾഫിൽ ആകും. ഐ ലവ് യു വെരി മച്ച്. നിങ്ങൾക്കത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ്. ദോസ് 3 hours ആർ യോഴ്സ്. ആൻഡ് ഒരു സ്ട്രെസ്സും ഇല്ലാതെ റിലാക്സ്ഡ് ആയിട്ട് പോയിട്ട് മക്കൾ എക്സാം ഹാളിൽ പോയി എക്സാം എഴുതുക. OMR ഒക്കെ നല്ലപോലെ മാർക്ക് ചെയ്യുക, കെയർഫുള്ളായിട്ട് ആൻസർ ചെയ്യുക, ടൈം മാനേജ് ചെയ്യുക. എല്ലാ ടിപ്സും മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ സൈലം ഇസ് വിത്ത് യു, വി ആർ വിത്ത് യു. ഗുഡ് ലക്ക്.